ഹലോ, ആരാ? ചന്ദ്രമതി മാഡം അല്ലേ? അതെ മാഡം, ഞാൻ തനുജയാണ്. ഇന്ന് തമ്മിൽ കണ്ടിരുന്നു. ആ തനുജ, എന്താ കുട്ടി? രാത്രിയിൽ ഞാൻ മാഡത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണോ? പറഞ്ഞോളൂ. സത്യത്തിൽ ഞാനും ബാലുവും കാറിൽ വരുമ്പോ കുട്ടിയെക്കുറിച്ചാ പറഞ്ഞത്. ആണോ? സത്യം. ആദ്യമായിട്ടാ ഞാൻ ഇതുപോലെ സന്തോഷമുള്ള വാക്കുകൾ കേൾക്കുന്നത്. ഞാനിവിടെ വീട്ടിലും പറഞ്ഞു നല്ല രണ്ട് മനുഷ്യരെ കണ്ടോന്ന്, ചന്ദ്രമതി മാഡവും ബലരാമൻ സാറും. ബലരാമൻ സാറിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാർ എന്നോട് അധികം സംസാരിച്ചില്ല. അത് ബാലുവിന്റെ നേച്ചർ അങ്ങനെയാ, മറ്റൊന്നും തോന്നണ്ട. ബാലു ഒരു പരുക്കനാണെന്ന് തോന്നും, പക്ഷെ നല്ല സ്നേഹമുള്ള ആളാ. ഞാൻ കരുതി അവര് രണ്ടുപേരും കൂട്ടുകാരാണല്ലോ, ബലരാമൻ സാറും അച്ഛനും, സോറി സിദ്ധാർത്ഥൻ സാറും. അപ്പോ സ്വാഭാവികമായിട്ടും എന്നോട് ദേഷ്യം കാണും. അതുകൊണ്ടായിരിക്കും മിണ്ടാത്തേന്നാ. അല്ലല്ല, അവര് തമ്മിൽ സ്നേഹം തന്നെയാ. പക്ഷെ ഇന്ന് സംസാരിക്കാത്തത് ബാലുവിന്റെ സ്വഭാവത്തിന്റെ ഭാഗ. മാഡം, ഞാൻ രാവിലെ ചോദിച്ചിരുന്നു ചില കാര്യങ്ങള്. മാഡത്തിനത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ചില വിഷമങ്ങളല്ലേ, അത് ഓർമ്മയുണ്ട്. അതിനൊരു ഉത്തരം തന്നില്ല. അച്ഛനെന്ന് വിശ്വസിക്കുന്ന ആൾ വിശ്വസിക്കല്ല, അച്ഛൻ തന്നെ. അദ്ദേഹം എന്തോ കടമ തീർക്കാൻ വേണ്ടിയുള്ള പിച്ചക്കാശ് എറിഞ്ഞു തരുന്നു. ആദ്യമൊക്കെ എനിക്കും സന്തോഷമായിരുന്നു, പണം കിട്ടുന്നുണ്ടല്ലോ. പണത്തോട് ആർത്തിയായി. ലക്ഷങ്ങളും കോടികളും കിട്ടാനുള്ള അവസരമാക്കി MLA മകൾ എന്നൊരു സ്ഥാനം. പക്ഷെ മാഡം, ഒരു ദിവസമാണ് എന്റെ മനസ്സിലേക്ക് അമ്മ എന്ന വാക്ക് കടന്നു വന്നത്. അന്നു മുതൽ അമ്മയെ അന്വേഷിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ ഇവിടുത്തെ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും എന്റെ അമ്മയെക്കുറിച്ചാ. ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയാണ് മാഡം. ഞാനൊരമ്മ നഷ്ടപ്പെട്ട അമ്മയെ അറിയാത്ത മോളും. അപ്പോ എന്റെ വിഷമം മാഡത്തിന് മനസ്സിലാവുമല്ലോ. മാഡം, സിദ്ധാർത്ഥൻ എന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേരാണ് മാഡവും ബലരാമൻ സാറും. ബലരാമൻ സാറിനോട് മാഡം ഒന്ന് പറയണം, കൂട്ടുകാരനോട് സംസാരിക്കാൻ. എന്റെ അമ്മയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയാൻ. എനിക്കെന്റെ അമ്മയൊന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ പിന്നെ ആ ചന്ദ്രോത്തേക്കേ ചെല്ലില്ല. കുട്ടി പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ബാലുവിനോട് സംസാരിക്കാം. ബാലു സിദ്ധുവിനോട് കാര്യങ്ങൾ തിരക്കട്ടെ. ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് തിരക്കാന്നേ പറയാൻ പറ്റുന്നുള്ളൂ. 100% ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അതെനിക്കറിയാം. പക്ഷേ മാഡവും സാറും ശ്രമിച്ച 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ മാഡം, ദൈവമായിട്ടാ സാറിനെ മാഡത്തെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. കുട്ടി സമാധാനമായിട്ടിരിക്കെ. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.